ആ എന്നാ ഉള്ള നമ്മളെ കുളക്കോഴി കുട്ടേണ്ണ ഇരുന്നിരുന്നൊരു തമ്മന്തത്തിന് പോയതാണ്. അങ്ങനെ മോന്റെ ബാങ്കിൽ കിടന്ന 80,000 രൂപ ഒറ്റയടിക്ക് പോയി കിട്ടി. പൈസ പോയല്ലെന്ന പിള്ളേർ ഇങ്ങനെ എടുത്തിട്ട് അടിച്ച് പൊച്ചമരുത്തനായിട്ട് ഓടിക്കൊണ്ട് വന്ന്. അപ്പോൾ നമ്മളെ സൊസൈറ്റിയുടെ അവിടെ കടയിട്ടേക്കണ ഫോട്ടോ കടയിട്ടേക്കണ സലി ഇല്ലേ, നമ്മുടെ പൊടിയമ്മാമിന്റെ മോൻ സലി, അവൻ വന്നെല്ലാം പിടിച്ച് മാറ്റി. പിന്നെ പൈസ പിള്ളേർ ചോദിച്ച പൈസ കൊടുത്തെല്ലാം ഒഴിവാക്കി വിട്ടെന്നാ. അല്ല ഇങ്ങനെ തമ്മത്തത്തിനൊക്കെ പോയിട്ട് 10-12 കൊല്ലമായി. ഇത് നമ്മളെ സരോജിനിയൊക്കെ കൊച്ചുമോളെ കല്യാണം വരുന്നത്. ഇങ്ങേരാന്ന് പറഞ്ഞു. അപ്പോഴിങ്ങേരെ മോണ്ടറെ പറഞ്ഞു, ഡേ എനിക്ക് ആ കല്യാണത്തിന് പോകണം, ഞാനും സരോജിനിയും കൂടെ പണ്ട് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു, അത് വെച്ചാണ് അവൾ എന്നെ വിളിക്കാൻ വന്നത്, ചിലപ്പോൾ എന്നെ തൊട്ടു വിടണമെന്നൊക്കെ കൊച്ചുമോളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യിക്കാൻ തോന്നിയല്ല കൊണ്ട് പോയോ കൊള്ളെന്ന് പറഞ്ഞു. അങ്ങനെ കാലത്ത് ഈ ചെറുക്കൻ്റെ കാറിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങി. എനിക്ക് മുട്ടൊന്നും വയ്യ. അങ്ങനെ മണ്ടേ കയറാത്ത ഈ താഴെ എല്ലാവരും ഇരിക്കണതിരുന്ന്. അപ്പോഴേ ഇതാണ് കല്യാണത്തിന് മുമ്പ് ഊണൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കൂടെ ഉണ്ടിട്ട് വന്ന അവിടെ. പ്രഥമനൊക്കെ 3 കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. അട ഉണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു, ഈ ബർമസലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബർമസലിയുടെ കൂടെ ബൂന്തിയ ബോളിയാന്ന് വെച്ചാൽ ബോളി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരുന്ന് കല്യാണ സമയമായപ്പോൾ അണ്ണാ ഒരു ഭയങ്കര ബഹളവും പോകുന്നൊരു ബഹളവും കേട്ട് ടപ്പേന്നൊരു സൗണ്ടും കേട്ട് ചെവരിൽ എന്തരാ ഒറ്റയടിച്ച് വീണയും കേട്ട് പയ്യന്മാർ ഓടിക്കൊണ്ട് വരണതും കണ്ട്. പിന്നെ ബഹളമായി പൈസ കൊടുക്കേണ്ടി വന്ന്. എന്നാൽ കാര്യം പറയട്ടെ, ഞങ്ങളൊക്കെ അവിടെ ഇരുന്നപ്പോൾ കാണാം നമ്മളെ തലയ്ക്ക് കൂടെ ഒരു കാറ്റും ഫൂന്നും പറഞ്ഞുകൊണ്ട് എന്തരാ പറന്നു വന്ന് ഇങ്ങനെ മണ്ടയിൽ വന്ന് കാറ്റ്. ഇങ്ങനെ മരം നോക്കിയപ്പോൾ എന്തരാ ലൈറ്റൊക്കെ കത്തി 4 ചിറവും പിരിച്ചൊരു സാധനം നിൽക്കണം. ഇങ്ങനെ തോർത്തെടുത്ത് പോകില്ല, അയ്യോ എന്നെ കൊല്ലാമെന്ന്, ഇതെന്തൊരു പങ്കേ പരുന്താ എന്ന് ചോദിച്ചുകൊണ്ട് തോർത്തെടുത്തൊരു വീശിയപ്പോൾ ഇത് തോരത്തിൽ കുടുങ്ങി. ഇങ്ങനെ ഒറ്റ ഏറി ചെവരി ചെന്ന് വീണ് താവിയുടെ പൊടിയായി. അല്ല അതില്ല മാനത്തൂടെ പറന്ന് പടം പിടിക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് അന്തര ക്യാമറയൊക്കെ വെച്ചൊരു സാധനത്തിന്റെ പേരെന്തായാലും ഹെലിക്കാമ അങ്ങനെ എന്തിനാണ് അത് 80,000 1 ലക്ഷം രൂപയൊക്കെ വില വരുന്ന സാധനമുണ്ട്. ഇങ്ങനെയൊക്കെ അറിയാം ഇത് ഇതാണെന്ന്. ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ എന്തരാ തലമുണ്ടയെ കൂടെ കൊല്ലാൻ വേണ്ടെന്നും കൊണ്ട് തോർത്തിട്ട് കുലുക്കി എറിഞ്ഞ് പൊട്ടിച്ചളഞ്ഞു. പയ്യന്മാർ വിടുവോ? പിന്നെ